I have explained about these varieties. ഇനിയും പേരിട്ടിട്ടില്ലാത്ത പല വെറൈറ്റീസും ഉണ്ട്. ഫോർ എക്സാമ്പിൾ വൺ അമംഗ് ദം. ഡോക്ടർ ചെയ്യുന്നത് വലിയൊരു സേവനം തന്നെയാണ്. ഈ വിഷജന്തുക്കളെ മനുഷ്യന് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ. പാമ്പ് വിഷം കൊണ്ട് മനുഷ്യന് പ്രയോജനപ്പെടുത്തക്കവണ്ണം പലതും ചെയ്യാൻ സാധിക്കും. ഞാനത് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ വേറെ കുറെ ആളുകളുണ്ട് പാമ്പിന് 100 പാലും കൊടുത്ത് പൂജിക്കുന്നവർ. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമല്ലേ സാർ? അവരെ അവരുടെ വഴിക്ക് വിടരുതോ? അത് അന്ധവിശ്വാസത്തിന്റെ വഴിയാണ്. അങ്ങനെ വിട്ടാൽ പറ്റില്ല. ശരിയല്ലേ? സ്വാതന്ത്ര്യത്തിൽ കയറി കൈവച്ചാൽ ഭർത്താവായാലും ശരി വിട്ടുകൊടുക്കരുത്. നിങ്ങൾക്ക് ഇതിന്റെ കാലമാണിത്. നീ ഇവരെ ഒരു കുടുംബ കലഹത്തിലേക്ക് വലിച്ചഴിക്കുന്ന ലക്ഷണം ഉണ്ടല്ലോ മോളെ. കലഹം ഉണ്ടാക്കിയാലേ അവരവരുടെ കാര്യം നേടിയെടുക്കാൻ പറ്റൂ. കോളേജ് പഠിക്കുമ്പോഴേ നീ ചട്ടമ്പി ആയിരുന്നല്ലോ. ഹലോ രമേശ്. ഹലോ മിസ്റ്റർ ജെയിംസ്. ആരോ വന്നിരിക്കുന്നു പറഞ്ഞപ്പോൾ നിങ്ങളായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല. കോളേജിൽ വെച്ച് എന്റെ സീനിയർ ആയിരുന്നു. മനസ്സിലായി. നിന്നെ കാണുമെന്ന് പറഞ്ഞു. അവിടെ വിളിക്കാൻ ആളെ അയച്ചത്. ആരോ ഈ പാർട്ടി മനസ്സിലാവോ? ഇല്ല. എന്റെ ഭാര്യ ലത. നമസ്കാരം. പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? കോളേജിൽ പഠിച്ചിരുന്ന കാലത്തുള്ള പോലെ അടിയൊടിയൊക്കെ തന്നെയാണോ ഇപ്പോഴും? കുറെ തല്ല് കിട്ടാത്ത കുഴപ്പമുണ്ട്. കേട്ടോ മിസ്റ്റർ രമേശ്, ചെറുപ്പത്തിൽ ഇവര് വലിയ കൂട്ടുകാരായിരുന്നു. ഇപ്പോഴിവര് കിരിയും പാമ്പും പോലെയാ. വലുതാവുമ്പോ അല്ലേ തന്നിരം പുറത്തു വരിക. ചുമ്മാ ഇരിക്കും. ഡൈനിങ് ടേബിൾ റെഡി സാർ. ടേബിൾ മാത്രമേ ഉള്ളൂ, അതിന്റെ മുകളിലൊന്നുമില്ലേ? ഉണ്ട്. എവറിഥിങ് റെഡി സാർ. ശരി മിസ്റ്റർ രമേശ്, സ്റ്റീഫന്റെ പാചകം നമുക്കൊന്ന് ആസ്വദിച്ചോളാം. കമാൺ. മതി.